ഹലോ, നമസ്കാരം. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് വളരെ ഓപ്പണായിട്ട് ചോദിക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മറുപടി പറയണം. എൻ്റെ വീഡിയോസ് കാണുന്നത് കൂടുതലും പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ എന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ. ഓക്കെ, എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഭർത്തൃ വീട്ടിലോ ഭാര്യ വീട്ടിലോ അല്ലെങ്കിൽ ഭാര്യ കാരണം ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവ് കാരണം ഭാര്യയോ പീഡനം അനുഭവിക്കുന്നുണ്ടോ? അത് ഏത് തരത്തിലുള്ള പീഡനം ആയിക്കോട്ടെ, ശാരീരിക പീഡനം ആയിക്കോട്ടെ, മാനസിക പീഡനം ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രീം ലെവലിലുള്ള പീഡനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓപ്പണായിട്ട് പറയൂ, ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്താ നിങ്ങളുടെ പ്ലാന്? കേസ് കൊടുക്കാൻ വല്ല പ്ലാനുണ്ടോ? അതോ സാരില്ല പോട്ടെ, ഏതുവരെ പോകും നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കാത്തിരിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അതോ ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ടോ? നിങ്ങൾ പറ. എൻ്റെ അടുത്ത് തന്നെ പറയണമെന്നൊന്നും നിർബന്ധമില്ല, കമൻറ്റ് ബോക്സിൽ തന്നെ പറയണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ ആരെടുത്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും, ഒന്ന് ഷെയർ ചെയ്യും. ആരെ പേടിക്കുന്നത്? എന്തിനാ ആരെ പേടിക്കുന്നത്? എന്ത് കാര്യമാണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ നിയമപരമായിട്ട് പോകുന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് പിന്നോട്ട് വലിക്കുന്നത്? ഒന്ന് പറയൂ. നിങ്ങളുടെ പ്ലാനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറ. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കുന്നതല്ല, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരാളും കൂടിയും, അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരാളും കൂടിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വിഷ്ണുജ എന്നാണ് പേര്. സൗന്ദര്യം പോരാ, കുട്ടിക്ക് ജോലിയില്ല, അത് പോരാ, ഇത് പോരാ, മറ്റത് പോരാ, മറിച്ച് പോരാ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പീഡിപ്പിച്ചിരിക്കുന്നു, ഉപദ്രവിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് വാർത്തയിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരങ്ങോട്ട് ആത്മഹത്യ ചെയ്തു. ഇതിപ്പോൾ ഒരുപാട് നാളായിട്ട്, കുറേ നാളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഭർത്തൃ വീട്ടിൽ പീഡനം, ആത്മഹത്യ, ഭർത്തൃ വീട്ടിൽ പീഡനം, ആത്മഹത്യ, ഭർത്തൃ വീട്ടിൽ പീഡനം, ആത്മഹത്യ, കുറേ ആയിട്ട് കേൾക്കുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാളെയും ഇത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പീഡനം, ആത്മഹത്യ, പീഡനം, ആത്മഹത്യ, പീഡനം, ആത്മഹത്യ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഭാവിയിൽ. ഇതിങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പോൾ ഈ മെയിൻ സ്ട്രീം ചാനൽസ് ആണെങ്കിലും ഇതിങ്ങനെ കുത്തിയിരുന്ന് റിപ്പോർട്ട് ചെയ്യും. നമ്മളെ പോലെയുള്ള യൂട്യൂബ് ചാനൽസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടന്റ് ആക്കിയെടുത്ത് ഇതിനെ കുറിച്ചിട്ടിരുന്ന് വാനോളം പ്രസംഗിക്കും, ഘോര പ്രസംഗിക്കും. ഓപ്പണായിട്ട് പറയാം, ഇതൊക്കെ വെറും കണ്ടന്റ് മാത്രമായി മാറുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അങ്ങനെ ആയി മാറിയാൽ മതിയോ? നിങ്ങൾ പറ, അങ്ങനെ ആയി മാറിയാൽ മതിയോ? ശരിക്കും തടയാൻ എന്താ വഴി? ഇതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം, ആൾക്കാർ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ചിന്തിക്കാത്ത? എത്രയോ നാളായിട്ട് ഭാര്യ വീട്ടുകാരും ഈ പീഡിപ്പിക്കുന്ന ആളുകളൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ലേ? വാർത്തകൾ അറിയുന്നില്ലേ? കാണുന്നില്ല? ഇതൊന്നും കാണുന്നില്ലേ? ഇത്തരത്തിലുള്ള പീഡിപ്പിക്കുന്ന ആൾക്കാർക്ക് നല്ല ധൈര്യമുണ്ട്. ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഇരയാവുന്ന വീട്ടുകാരായിക്കോട്ടെ, അവർക്കൊക്കെ അറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നെല്ലാം അറിയാം. പക്ഷെ എന്തുകൊണ്ട് പ്രിക്കോഷൻ ഉണ്ടാവുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല. ഐ എം നോട്ട് ബ്ലെയിമിങ്. അതായത് ഈ മരിച്ചവരെയോ അല്ലെങ്കിൽ മരിച്ച ആൾക്കാരുടെ കുടുംബക്കാരെയോ ഒന്നും ഞാൻ ബ്ലെയിം ചെയ്യല്ല. ബട്ട് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇതെങ്ങനെ. അതാ ഞാൻ തുടക്കം തന്നെ ചോദിച്ചത്, എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞാനൊരു കാര്യം പറയട്ടെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല. എന്ത് വില കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുങ്ങണം. ഇത് അനുഭവിക്കുന്ന ആൾക്കാർ വീട്ടിൽ പറയണം, കൂട്ടുകാരുടെ അടുത്ത് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറയുമ്പോൾ കേൾക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ട് സാരില്ല പോട്ടെ, അവിടെ നിന്നോ ഇവിടെ നിന്നോ ഒന്നും പറയാൻ വേണ്ടി നിൽക്കരുത്. അപ്പം തന്നെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന സമയത്താണെങ്കിലും, ഈ പറയുന്ന അനുഭവിക്കുന്ന ആൾക്കാർ കൂട്ടുകാരുടെ അടുത്ത് ഈ അനുഭവങ്ങൾ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കൂട്ടുകാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിയമപരമായിട്ട് പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടും നിയമപരമായിട്ട് പരമാവധി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ള രീതിയിലൊക്കെയാണ് ഈ വിക്ടിംസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അത്തരത്തിലാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക.
നല്ല സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നൊരു പരിപാടി മാത്രമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത് കൂട്ടുകാർക്കാണെങ്കിലും കുടുംബക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ അനുഭവിക്കുന്ന ആളുകൾക്ക് പരമാവധി സപ്പോർട്ട് കൊടുക്കുക, വിളിച്ചിട്ട് പോകുക എന്നുള്ളൊരു സംഭവമാണ്. അതിനെന്ത് വേണം? പീഡനം അനുഭവിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഈ പറഞ്ഞ വിഷ്ണുചിറ കേസ് മാത്രം വെച്ചിട്ടല്ല പറയുന്നത്, ഞാൻ പൊതുവേ പറയുകയാണ്, മനസ്സിലായ? പൊതുവെയൊക്കെ പറയാനേ എനിക്ക് താല്പര്യമുള്ളൂ. പൊതുവേ പറയുകയാണ്, ഇത്തരത്തിലുള്ള അനുഭവം വീട്ടിൽ ഉണ്ടാവുമ്പോൾ, ഭർത്തൃ വീട്ടിൽ ഉണ്ടാവുന്ന സമയത്ത് അത് സ്വന്തം വീട്ടിൽ പറയാനും മടിക്കരുത്. അത് പറയുന്ന സമയത്ത് ഈ പറയുന്ന വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവിടെ തൊലിച്ചോണ്ടിരുന്നോ എന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നതിന് പകരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അത് ചെയ്യണം. ഇനി ഇപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഈ പീഡനമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ, ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് തൂങ്ങിച്ചാകൊന്നും വേണ്ട, അരുത്. ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത്, ഞാൻ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ തൂങ്ങി മരിക്കാൻ വേണ്ടി നിൽക്കരുത് പ്ലീസ്, നിൽക്കരുത് പ്ലീസ്. ഇത് കേട്ട് ഇതേ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഐ എം ഇമോഷണലി സ്പീക്കിംഗ്, അല്ലെങ്കിൽ ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത വരുന്നുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവല്ലേ. നിങ്ങൾ മരിക്കാൻ പറ്റും, സിമ്പിളാണ്. ഇപ്പം കയറിട്ടിട്ടാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേദന കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, മരിക്കാൻ പരിപാടി കഴിയും. പക്ഷെ മുമ്പോട്ടൊരു ലൈഫുണ്ട്. ഈ കുരുക്കുന്ന് ചാടിക്കഴിഞ്ഞാൽ ഈ നാറുകളുണ്ടല്ലോ, ഈ ഉപദ്രവിക്കുന്ന നായൻ്റെ മക്കളുണ്ടല്ലോ, അവരുടെ കുരുക്കുന്ന് ചാടിക്കഴിഞ്ഞാൽ, അവരെ എതിർക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അവിടുന്ന് ചാടാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിൽ വേറെ ലോകമുണ്ട്, ഫ്യൂച്ചറിൽ വേറെ ജീവിതമുണ്ട്. നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് നല്ല വിവരം ബോധമുള്ള ആൾക്കാരോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആരോടൊപ്പം ആണെങ്കിലും ജീവിക്കാൻ വേണ്ടി പറ്റും. ആ ലൈഫ് മറന്നു പോകല്ലേ. അത് മതി. നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, മരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. ഇവരുടെ അടുത്ത് നിന്ന് ചാടാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് നല്ല ലൈഫാ ഒറ്റയടിക്കുള്ളൊരു ചിന്തയിലേ. നോ, ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ സൊല്യൂഷൻസ്, കമോൺ, ബി ബ്രേവ്. ரொம்ப നല്ലവനായി ഇരുന്നിടാതെ എന്ന് പറയണ കേട്ടിട്ടില്ലേ? സിനിമാ ഡയലോഗായിട്ട് പറയുന്നതല്ല ഞാൻ, റിയാലിറ്റി. ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, അവർ ഇന്നസെന്റ് ആയിരുന്നു, പാവമായിരുന്നു, അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പല കേസുകളിലും അങ്ങനെ കേൾക്കലുണ്ട്. നോ, അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഏത് നാരെയാണെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്ന ലെവലിൽ, നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ലെവലിലുള്ളൊരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നീങ്ങേണ്ടതാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യണം. അതിന് കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് കൊടുക്കണം. ഇതൊക്കെ എത്രയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തോരം വീഡിയോസിൻ്റെ അകത്തൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ആരും കാണുന്നില്ലേ? എവിടേക്ക് എത്താത്തതുകൊണ്ടാണോ ഇതൊന്നും? അല്ലെങ്കിൽ വാട്ട്സ് ഹാപ്പനിങ്? അവനവൻ്റെ വീട്ടിൽ ഇതൊന്നും സംഭവിക്കില്ല, അവനവൻ്റെ സേഫായിരിക്കും എന്നുള്ളൊരു ഒരു ഇതും കൊണ്ടാണോ? ദീർഘവീക്ഷണം? നോ. എക്സ്പെക്ട് ചെയ്യണം മാൻ, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. സോ നമുക്കും ഇത് സംഭവിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്ത ആക്ച്വലി ഉണ്ടാവണം. ഇത് ഞാൻ ഇത്രയും ഇതായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നമുക്കതിനെ ചളുപ്പ് തോന്നുന്നേ. ഇത്തരത്തിലുള്ള വാർത്തയെ കുറിച്ചിട്ട് എപ്പോഴും റിയാക്ട് ചെയ്ത് സംസാരിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് മടുപ്പ് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഇമോഷണലി ദേഷ്യം വന്നിട്ടും പ്രാന്തായിട്ടും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. എന്താ തടയാൻ പറ്റാത്ത, എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്ത? ഇത് ഈ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പോകുമ്പോഴേക്കും നാളെ എണീക്കുമ്പോഴേക്കും ഇതുപോലെ എന്തെങ്കിലും വളഞ്ഞ വാർത്ത കേൾക്കും. ഭർത്തൃ വീട്ടിൽ പീഡനം എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ, അടുത്ത ദുരന്ത വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കമോൺ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാൻ ഈ പർട്ടിക്കുലർ വിഷ്ണുജ വിഷയം വെച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണെന്ന്. എന്തുകൊണ്ടോ കോമൺ ആയിട്ട് പറയുന്നതെന്ന് ഉദ്ദേശിക്കുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ് വാക്ക് ഉപയോഗിക്കണമെന്നറിയോ? ഇത് ഒറ്റപ്പെട്ട് സംഭവിക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഇനി നാളെയും സംഭവിക്കാവുന്ന കാര്യമാണ് പലർക്കും. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എല്ലാവരോടും പറയാം, അത് കെട്ട് കഴിഞ്ഞവരാണെങ്കിലും എല്ലാവരോടും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നന്നായി പഠിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്ക്. ജോലിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക.
പൈസ ഉണ്ടാക്കിയതിന് ശേഷം കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, കല്യാണം കഴിക്കണ്ട. ഇനി അഥവാ കെട്ടിക്കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നവും പണ്ടാരമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനവൻ്റെ കയ്യിലത്തെ കാശും അവനവൻ്റെ എഡ്യൂക്കേഷനും അവനവൻ്റെ ജോലിയൊക്കെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറെ ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യം ആർക്കറിയാം? അതൊക്കെ കണ്ട് തന്നെ അറിയണം. സോ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ജോലിക്കും പൈസയ്ക്കും എഡ്യൂക്കേഷനും പ്രാധാന്യം കൊടുക്കുക. കല്യാണവും തേങ്ങാക്കോലയൊക്കെ പിന്നെ വേണമെങ്കിൽ ചെയ്യാന്നുള്ളൊരു സംഭവമൊക്കെ ഉള്ളൂ. കല്യാണത്തിന് ശേഷം പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസയും ജോലിയൊക്കെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ കുറേ ആയിട്ട് ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് അവനവൻ്റെ വായിൽ വെള്ളം വറ്റിക്കുക. നമുക്കൊരു കണ്ടന്റ് ന്യൂസ് ചാനൽസിന് ന്യൂസ് എന്നുള്ള രീതിയിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇമോഷണലി പറയുന്നതിൻ്റെ കാര്യം ഇത് ആളുകളിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തടയാൻ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഇത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ചിലപ്പോ അനുഭവിക്കുന്ന ആളുകള് കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ കുടുംബക്കാരുടെ അടുത്തൊക്കെ അവനവൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവര് ഇടപെടാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇടപെടാൻ താല്പര്യം കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു പേടി കൊണ്ട് അവരെ ഇടപെടലിൽ നിന്ന് തടയുന്ന വിക്ടിംസും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ തടയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും ഇടപെടാതിരിക്കരുത്. അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാലും അത് എടുക്കാതിരിക്കരുത്. കാരണം ഇതത്ര രസകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. എന്തും സംഭവിക്കാം. ആ തോട്ടാണ് പോകേണ്ടത്. മനസ്സിലായില്ലേ? ഇത് അനുഭവിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരെന്ത് പ്രവർത്തിക്കുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ അത് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ എന്തും സംഭവിക്കാം. ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അവർ തന്നെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഇല്ലാണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇടപെടാതിരിക്കരുത്. കാരണം വിക്ടിം അങ്ങനെ ഇടപെടേണ്ടതൊക്കെ പറയും. പക്ഷെ അപ്പുറത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അത് എന്നാൽ രക്ഷയുള്ളൂ. അത് വിചാരിക്കണ പോലെയല്ല. മനസ്സിലായോ? അത് നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോയി എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടി വരും. നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതാണ് പറയുന്നത്. നമ്മൾ മരണപ്പെടും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി മുൻകൂട്ടി ചിന്തിക്കണം. കുറേ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കണം. പ്രാക്ടിക്കലി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്നൊരവസ്ഥ പറയുമ്പോൾ നമ്മളിത് ചിന്തിക്കണം. പ്രാക്ടിക്കലി സംഭവിക്കാതിരിക്കാൻ നോക്കണം. അത് പലതരത്തിലും നോക്കണം. അത് വിക്ടിമിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല. വിക്ടിം ഷെയർ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുത്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കല്യാണം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്താണെങ്കിലും ഒക്കെ പറയുന്നത് നോക്കി മതി കല്യാണം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞാൻ പറയുന്നത് നോക്കി മതി. എന്തിനാ? നിർബന്ധമില്ല. കല്യാണം എന്ന് പറഞ്ഞ സംഭവം നിർബന്ധമൊന്നുമല്ല ഇവിടെ ചെയ്യണം എന്നുള്ളത്. മനസ്സിലായില്ലേ? പരമാവധി പഠിക്കുക. പരമാവധി പഠിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പൈസയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭീകരമാണ്. അതിൻ്റെ പവർ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതുണ്ടെങ്കിൽ മനസ്സിലാവുക. എഡ്യൂക്കേറ്റഡ് ആവുക, ജോലിക്ക് നിൽക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, ഇൻഡിവിജ്വാലിറ്റി, സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഉണ്ടാവണം. ഇതാണ് പ്രധാനം. അതിനുശേഷം പിന്നെ കല്യാണം കഴിക്കാം. എല്ലാം സെറ്റായിട്ട് അവനവൻ ഇൻഡിവിജ്വൽ ആയി എന്നുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ കല്യാണം കഴിക്കുക. അത് എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിലവ് എനിക്ക് നോക്കാനും അല്ലെങ്കിൽ അവർക്ക് ജോലി വേണ്ടത് എന്താ പറയുക എന്നെ നോക്കാനും എന്നുള്ളൊരു ഇതും കൊണ്ടല്ല. അവനവനെ നോക്കാനാ, കണ്ണിക്കണ്ടവരെ നോക്കാനല്ല. അവനവൻ്റെ സ്റ്റെബിലിറ്റി, അവനവൻ്റെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേറ്റഡ് ആവണം, ജോലിക്ക് പോകണം എന്നുള്ള രീതിയിൽ പറയുന്നത്. മനസ്സിലായ? ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് ജോലി വേണ്ടത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. ഭാര്യയെ നോക്കും, പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ജോലിക്ക് പോകേണ്ടത്, എനിക്ക് പൈസ വേണ്ടത്. അതേപോലെ തന്നെ ഭാര്യയും ജോലിക്ക് പോകണം. മനസ്സിലായില്ലേ? അത് എന്നെ നോക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്.
കാരണം മാരേജ് ലൈഫ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും നല്ല രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. ഒരുപാട് ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീഴാൻ സഹിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് പേടി വരുന്നതിൻ്റെ കാര്യം പൈസ ഇല്ലാത്തൊരവസ്ഥ, ഇൻഡിപെൻഡൻ്റ് അല്ലാത്തൊരു അവസ്ഥയൊക്കെ, ഡിപ്പെൻഡൻ്റ് ആവുന്നൊരു അവസ്ഥയൊക്കെ വരുമ്പോഴാണ് പേടി വരുന്നത്. ആ പേടി മറികടക്കണം എന്നുണ്ടെങ്കിൽ ജോലിയും പൈസയും വേണമെന്നേ ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ്. ഇനി ഈ സ്ത്രീധനം തൊലിച്ചുകൊണ്ട് നടക്കുന്ന നാണമില്ലാത്ത ആണുങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത് അധ്വാനിച്ചുണ്ടാക്ക്, അല്ലാണ്ട് സ്ത്രീധനം മേടിച്ച് നാണം കെട്ട പണിക്ക് നിൽക്കല്ലേ. അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ അടുത്തും പെണ്ണുങ്ങളുടെ വീട്ടുകാരുടെ അടുത്തും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ ജോലി അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിലുള്ള ജോലി അല്ലെങ്കിൽ ചെക്കന് ജോലി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പെണ്ണ് സെക്യൂർഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും ചെക്കന് ജോലിയുണ്ട്, ചെക്കന് പൈസ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും പെൺകുട്ടി സേഫ് ആവൂല, അതുകൊണ്ട് സേഫ് ആവൂല. അത് സേഫ് ആവണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ബലം വേണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അത് ഇനിയെങ്കിലും ഈ വീഡിയോ 500 പേര് കണ്ടാലായി അല്ലെങ്കിൽ 1000 പേര് കണ്ടാലായി, എന്ത് കാര്യം? ഒരു പ്രയോജനവുമില്ല. ഓപ്പണായിട്ട് പറയാലോ, ആളുകൾ ഇതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലൊന്നും എൻ്റെ ആൾക്കാർ കാണൂട്ടോ, ഷെയർ ചെയ്യൂട്ടോ, പ്ലീസ് ലൈക്ക് ചെയ്യൂട്ടോ എന്നൊന്നും ഞാൻ പറയാറില്ല. അങ്ങനെ പറയാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ? വളരെ ചുരുക്കമായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത്. പക്ഷേ ഇത് അത്ര റെലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് 100% കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഈ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, മനസ്സിലായോ? ഓഫ് കോഴ്സ് നിങ്ങൾ ഷെയർ ചെയ്താൽ എനിക്ക് വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഐ ഗെറ്റ് ലോട്ട് ഓഫ് മണി. ഓപ്പണായിട്ട് പറയാം, പൈസ കിട്ടും എനിക്ക്, ഞാനുണ്ടായിക്കോട്ടെ. പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യൂ, ആളുകളിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ പറയാൻ കാരണം. അങ്ങനെയാണ് എൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും എനിക്കത് പറയാം. പക്ഷേ ഈ വീഡിയോയിൽ ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, പൈസ കിട്ടുന്നത് വേറെ വിഷയം, അത് കിട്ടും, മനസ്സിലായ? പക്ഷെ അതിനെക്കാട്ടിലുപരി ഇതിൻ്റെ അകത്ത് റെലവൻസ് ഉണ്ട്, പറയുന്ന കാര്യങ്ങളിൽ സാധനം ഉണ്ട് എന്ന് കൃത്യമായ ബോധ്യം എനിക്കുള്ളത് കൊണ്ടും അതിൻ്റെ റെലവൻസ് അറിയുന്നതുകൊണ്ടുമാണ് നിങ്ങളുടെ അടുത്ത്, അതും ഒരു കാരണമാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആളുകളിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. സോറി, ഞാൻ സംസാരിക്കുന്നത് കുറച്ച് റോ ആയിട്ടാണ്, കുറച്ച് ലൗഡായിട്ടാണ്. ചിലപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ച് റോ ആയി അലമ്പായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഐ എം സോറി, ഡോണ്ട് ടേക്ക് ഇറ്റ് സോ പേഴ്സണൽ. ഇങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ എനിക്ക് ചളുപ്പ് തോന്നും. ബിക്കോസ് ഈ പർട്ടിക്കുലർ വിഷയം, ഈ വിഷ്ണുജ വിഷയം എന്നല്ല, ഈ സംഭവങ്ങളുണ്ടല്ലോ, ഈ ഭർത്തൃ വീട്ടിൽ പീഡനം എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട്, ആ കാരണം കൊണ്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാനും മറ്റുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഒരേ താളത്തിൽ തന്നെ പറയും കൂടിയും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് റോ ആയിട്ട് ഞാൻ വളരെ നാച്ചുറലായിട്ട്, അല്ലെങ്കിൽ നാച്ചുറലായിട്ടാണ് സംസാരിക്കല് വീഡിയോൻ്റെ അകത്ത്. പക്ഷെ ഇതിലേക്ക് വരണ സമയത്ത് പടി നാച്ചുറലായിട്ട് അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് I don't care about how people think about me. That's it. Bye bye.